നമസ്തേ. കീം 2025 നമുക്കറിയാം, ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ എൻജിനീയറിംഗ്, മെഡിക്കൽ, ബിഫാം, ആർക്കിടെക്ചർ 4 കോഴ്സുകൾക്കാണ് വിദ്യാർത്ഥികൾക്ക് കീം 2025 അപേക്ഷ സമർപ്പിക്കാനുണ്ടായിരുന്നത്. എന്നാൽ ചില വിദ്യാർത്ഥികളെങ്കിലും അപേക്ഷ സമർപ്പിച്ച സമയത്ത് അവർക്ക് താല്പര്യമുള്ള മറ്റു കോഴ്സുകൾ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരവസരം കൂടി. ഇന്ന് മാർച്ച് 7 മുതൽ 12-ാം തീയതി വൈകുന്നേരം 5 വരെ അപേക്ഷിച്ച അതേ രജിസ്റ്റർ നമ്പറിൽ തന്നെ, അതേ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ തന്നെ അവർക്ക് താല്പര്യമുള്ള മറ്റു കോഴ്സുകൾ കൂടി ആഡ് ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മെഡിക്കൽ മാത്രം വെച്ച് അപേക്ഷിച്ചവർക്ക് എൻജിനീയറിങ്ങോ ബിഫാമോ ആർക്കിടെക്ചറോ കൂട്ടിച്ചേർക്കുകയോ, അല്ലെങ്കിൽ എൻജിനീയറിംഗ് അപേക്ഷിച്ചവർക്ക് മെഡിക്കൽ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം 12-ാം തീയതി വൈകുന്നേരം 5 മണി വരെ. ആയതിലേക്കായി അഡീഷണൽ ഫീസ് അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ അത് അടയ്ക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കേരള എൻജിനീയറിങ്ങിന് ബഹ്റിൻ എക്സാം സെൻ്ററായി വെച്ചിരിക്കുന്നവർക്ക് അവിടെ എക്സാം സെൻറ്റർ അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റ് എക്സാം സെൻറ്ററുകൾ ഓപ്റ്റ് ചെയ്യുന്നതിനുള്ള അവസരവും കീം 2025 വന്നിട്ടുണ്ട്. അതുകൂടാതെ വന്നിരിക്കുന്ന പ്രധാന നോട്ടിഫിക്കേഷൻ BAMS ആയുർവേദം കഴിഞ്ഞവർക്ക് 7 സീറ്റുകളും MBBSന് വേണ്ടി, ഹോമിയോ കഴിഞ്ഞവർക്ക് 4 സീറ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആകെ 11 സീറ്റുകൾ. ഇപ്പോൾ ആയുഷിൻ്റെ കീഴിലുള്ള എല്ലാ കോഴ്സുകൾക്കുമായി ഈ 11 സീറ്റുകളെ മാറ്റിയിട്ടുണ്ട്. അതായത് ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് അവരുടെ കേരള മെഡിക്കൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 11 സീറ്റുകൾക്ക് അപേക്ഷകൾ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് NRI സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിച്ചിട്ടുമുണ്ട്. മെഡിക്കൽ വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് NRI ഡോക്യുമെൻസിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്ന നോട്ടിഫിക്കേഷനും കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാന അപ്ഡേറ്റുകൾക്കായി ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. Brilliant Study Center, India's #1 coaching center for NEET and JEE.